ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 22-ാം അധ്യായം 27-ാം തിരുവചനം നമ്മൾ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: എൻ്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ എൻ്റെ നാവ് മൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രഭാഷണ പുസ്തകത്തിലെല്ലാം കടന്നുപോയപ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിച്ചു. നാവിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നാവിനെ അടക്കണമെന്നും ഉദരത്തെ അടക്കണമെന്നും ഈ നോമ്പുകാല ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. സ്നേഹമുള്ളവരെ ഓർക്കുക, എൻ്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ ഞാൻ നശിച്ചു പോകുവാനോ നാവ് മൂലം നശിക്കുവാനോ ഇടവരികയില്ല. പ്രൈസ് ദി ലോർഡ്. നാവ് മൂലം വീഴാനും അതുപോലെ തന്നെ നശിച്ചു പോകാനും സാധ്യതയുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക. നമ്മുടെ നാവിനെയും ചുണ്ടിനെയും വായയും എല്ലാം നമുക്ക് പ്രത്യേകമായി പൂട്ടും കടിഞ്ഞാണും കാവൽക്കാരനും ഒക്കെ നിർത്തി നമുക്ക് മുന്നോട്ട് പോകാം. ഈശോ നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു മനസ്സിൽ വയ്ക്കുവാൻ, കേൾക്കുന്ന വചനങ്ങളെ ഹൃദയത്തിൽ സംശീകരിക്കുവാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് തീരുമാനം എടുക്കാം. പരിശുദ്ധമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.